ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ EVS എക്സാം ആണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാലോ. നാളത്തെ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കൂ കേട്ടോ. അപ്പം എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. ഓക്കെ, അതിനു മുൻപ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. നിങ്ങൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. April 1 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. April 1 മുതൽ കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. 9746487799. പാരന്റ്സ് ദയവായി നോട്ട് ചെയ്തോളൂ. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ടീച്ചർ പറയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് ഓരോ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴുണ്ട്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് മലയാളത്തിന്റെ ഉണ്ട്, ഇംഗ്ലീഷിന്റെ ഉണ്ട്, ഹിന്ദിയുടെ ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ലെറ്റേഴ്സ് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. ലെറ്റേഴ്സ് പഠിച്ച ശേഷം അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എക്സാം എഴുതുവാനും സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ STD1 പ്രിപ്പറേഷൻ, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKGയിൽ നിന്നും UKGയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. മാത്സിന്റെ ബേസിക് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഈ ബേസിക് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അതായത് 3, 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം ഇവ എങ്ങനെ എക്സാം എഴുതണം, നിവേദനം എങ്ങനെ എഴുതണം, കോൺവെർസേഷൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ ഡൗട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. അവർക്കായിട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ April 1 വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് മെസ്സേജ് ചെയ്തോളൂ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഏത് പിക്ചറാണ്? ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഇതിന്റെ പേര് ഗ്ലോബ് എന്നാണ്. എന്താ ഇതിന്റെ പേര്? ഗ്ലോബ്. ഗ്ലോബ് എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന് അറിയാലോ. ഗ്ലോബ്, GLOBE, ഗ്ലോബ്. വാട്ട് ഈസ് ദിസ്? ഗ്ലോബ്. എന്താണിത്? ഗ്ലോബ് ആണ്. ഭൂമിയുടെ ഒരു ചെറിയ മാതൃക എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോബ് ആണ്. ഭൂമിയുടെ ഒരു ചെറിയ മാതൃക, സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ചെറിയ മോഡലാണ് കേട്ടോ. സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ചെറിയ മോഡലാണ്, മാതൃകയാണ് ഏതാ? ഗ്ലോബ് എന്ന് പറയുന്നത്. എർത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബ്. ഓക്കെ, പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. എർത്തിനെ കുറിച്ച് പഠിക്കാനാണ് എന്താ? ഗ്ലോബ്. അപ്പോൾ ഭൂമിയുടെ സ്മോൾ മോഡൽ, ചെറിയ മാതൃകയാണ് ഗ്ലോബ്. എർത്തിനെ കുറിച്ച് പഠിക്കാൻ എന്താ വേണ്ടത്? ഗ്ലോബാണ് വേണ്ടത്. ഇതിന്റെ പേര് ഗ്ലോബ് എന്നാണ്. തെറ്റില്ലല്ലോ. ഇനി ഈ ഗ്ലോബിൽ കൂടുതലും ബ്ലൂ കളറാണ് കാണുന്നത്. എന്താണ് കൂടുതലുള്ളത്? ബ്ലൂ കളറാണ് കേട്ടോ. ഇതെല്ലാം ബ്ലൂ ആണ്. ഇവിടെയെല്ലാം കളർഫുൾ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ കാണുന്നത് ഏതാണ്? ബ്ലൂ ആണ്. ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് സീ. ബ്ലൂ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു? സീ, നീല നിറം കടലിനെ സൂചിപ്പിക്കുന്നു. നീല നിറം എന്തിനെയാ സൂചിപ്പിക്കുന്നേ? കടൽ. നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നേ? കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ്. അപ്പോൾ ബ്ലൂ കളർ സീ ആണ്. മറ്റ് ഭാഗങ്ങൾ കരയാണ്. മറ്റ് ഭാഗങ്ങൾ ലാൻഡ് ആണ്. ലാൻഡ് പാർട്ട്. ഓക്കെ, കളർഫുൾ ആയിട്ടുള്ളത് ലാൻഡ് ആണ്. ബ്ലൂ കളറിലുള്ളത് സീ ആണ്. ബ്ലൂ കളർ സീ. ഈ കളർഫുൾ പാർട്ടാണ് ലാൻഡ്. അപ്പോൾ കടൽ, കര, കടൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സീ, ലാൻഡ്. സീ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ, ലാൻഡ് എന്ന് പറഞ്ഞാൽ കളർഫുൾ ആണ്, ഒത്തിരി കളർ ഉണ്ട്. കടലും കരയും. ഓക്കെ, സീ ഏരിയ ആണോ കൂടുതൽ അല്ലെങ്കിൽ ലാൻഡ് ഏരിയ ആണോ കൂടുതൽ? സീ ആണല്ലേ.
ഈ ലാൻഡ് ഏരിയയെക്കാളും 2 മടങ്ങ് കൂടുതലാണ് ഈ കടലിന്റെ ഭാഗം എന്ന് പറയുന്നത്. കരയേക്കാളും ഇരട്ടിയിൽ അധികം കടലാണ് കേട്ടോ. അപ്പൊ കരയാണോ കൂടുതൽ കടലാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം എഴുതാനുള്ളത്? സി, കടൽ. ഭൂമിയുടെ ചെറിയ മാതൃക, സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്, ഗ്ലോബ്. കൂടുതൽ ഏതാണ്? കടൽ. ബ്ലൂ കളർ കടലാണ്. കളർഫുൾ ആയിട്ടുള്ളത് ഏതാണ്? പല നിറങ്ങളിലായി കാണുന്നത് ലാൻഡ്, കരയാണ്. അപ്പൊ ഈ ഒരു ചോദ്യം ആരും തെറ്റിക്കില്ലല്ലോ. അടുത്തത്, സൂര്യൻ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. അതെല്ലാരും പഠിച്ചു വെക്കുക. സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ, ഭൂമിയുടെ അടുത്തുള്ള സ്റ്റാർ സൂര്യനാണ്. ക്ലോസസ്റ്റ് ടു ദ എർത്ത്, ഭൂമിയുടെ ക്ലോസ് ആയിട്ടുള്ള അടുത്തായിട്ടുള്ള സ്റ്റാർ ഏതാണ്? സൺ ആണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത്, സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്, ഒരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ, നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ പകൽ സമയം സൂര്യന്റെ പ്രകാശം നമ്മളുടെ കണ്ണിൽ തട്ടുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്? സൂര്യന്റെ പ്രകാശം, സൺലൈറ്റ്, ലൈറ്റ് ഓഫ് ദ സൺ. അപ്പൊ ഈ ഒരു ചോദ്യം വന്നാൽ പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ സൺ. ബിക്കോസ് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ സൺ. പകൽ സമയം സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്. അപ്പൊ നമ്മൾ രാത്രി മാത്രമേ നക്ഷത്രങ്ങളെ കാണാൻ കഴിയൂ അല്ലേ? പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? ലൈറ്റ് ഓഫ് ദ സൺ. സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്. ഇനി ഭൂമിയാണോ വലുത്, സൂര്യനാണോ വലുത്? ഭൂമിയെക്കാളും വലുതാണ് സൂര്യൻ. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നു. കാരണം എന്താ? ഭൂമിയിൽ നിന്ന് വളരെ ദൂരത്തിലാണ് സൂര്യൻ. അതുകൊണ്ടാണ് സൂര്യൻ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. അതായത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വിമാനം നോക്കുകയാണ്, പ്ലെയിൻ നോക്കുകയാണ്, വലുതാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ്. പക്ഷെ നമ്മൾ മുകളിലേക്ക് നോക്കാൻ പ്ലെയിൻ ചെറുതായിട്ട് തോന്നും. ചെറുതായിട്ടല്ലേ തോന്നുക? അപ്പോൾ ദൂരെയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ ചെറുതായി തോന്നും. അത്രേ ഉള്ളൂ. സൂര്യൻ ഭൂമിയിൽ നിന്നും വളരെ അകലെ ആയതുകൊണ്ടാണ് സൂര്യൻ ചെറുതായി തോന്നുന്നത്. Far away the sun appears. It is so far away. വളരെ അകലത്തിലാണ്. It is so far away the sun appears small to us when we look at it from the earth. നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാനുള്ള കാരണം എന്താ? It is so far away. അത് വളരെ അകലത്തിലായതിനാണ്. Sun is so far away. ഉത്തരം അങ്ങനെ ചോദ്യം വന്നാൽ എന്ത് എഴുതണം? Sun is so far away. സൂര്യൻ വളരെ അകലത്തിലാണ്. പക്ഷേ ഭൂമിയാണോ വലുത്, സൂര്യനാണോ വലുത്? സൂര്യനാണ് വലുത് കേട്ടോ. സണ്ണാണ് ബിഗ്, സണ്ണാണ് ലാർജ് ആയിട്ടുള്ളത്. സൺ ഈസ് എ വെരി ലാർജ് സ്പിയർ. ഗോളം, പന്ത് പോലെ ഗോളാകൃതിയാണ് സൂര്യന്. സ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ സൂര്യന്റെ ഷേപ്പ് ഗോളമാണ്, സ്പിയർ. സൂര്യന്റെ ഷേപ്പ് ഏതാണ്? ഗോളം. സൂര്യന്റെ ഷേപ്പ് ഗോളം, സ്പിയർ. ഓക്കെ, ഏതാണ് വലുത്? ഭൂമിയാണോ വലുത്, സൂര്യനാണോ വലുത്? സൂര്യനാണ് വലുത്. ആരാ വലുത്? സണ്ണാണ് വലുത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സൺ ചെറുതായി തോന്നുന്നത്? വളരെ ദൂരെ ആയതിനാൽ. ഇറ്റ് ഈസ് സോ ഫാർ അവേ. ദൂരെ ആയതിനാലാണ് നമുക്ക് ചെറുതായി തോന്നുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് മനസ്സിലായല്ലോ. അടുത്ത് ഇനി ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം, സെലസ്റ്റിയൽ സ്ഫിയർ. ആകാശഗോളം ഏതാണ്? എർത്താണ്. മൂണാണ്. ചന്ദ്രൻ സ്റ്റാർ അല്ല. അതെപ്പോഴും ഓർമ്മിക്കുക. ചന്ദ്രൻ എന്തല്ല? മൂണെന്ന് പറയുന്നത് സ്റ്റാർ അല്ല. ആകാശഗോളം, സെലസ്റ്റിയൽ സ്ഫിയർ. എന്താണ്? ആകാശഗോളം, സെലസ്റ്റിയൽ സ്ഫിയർ ആണ്. ഭൂമിക്ക് അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഈ ചന്ദ്രൻ പ്രകാശിക്കില്ല. പിന്നെ എങ്ങനെയാണ് ചന്ദ്രന്റെ പ്രകാശം നമുക്ക് കിട്ടുന്നത്? സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി നമുക്ക് കാണുന്നതാണ് ചന്ദ്രന്റെ പ്രകാശം. രാത്രിയിലെ നിലാവെന്ന് പറയുന്നതും അതാണ്. രാത്രിയിലെ മൂൺലൈറ്റ് അറ്റ് നൈറ്റ്. എന്താണ് മൂൺലൈറ്റ്? നിലാവെന്ന് പറയുന്നതും മൂൺലൈറ്റ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ നിലാവിനുള്ള കാരണവും ചന്ദ്രന്റെ തിളക്കം, ചന്ദ്രനിലുള്ള ആ ഒരു ഗ്ലോയുടെ കാരണം എന്താണ്? സൺലൈറ്റ് ആണ്.
സൺലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. സണ്ണിന്റെ പ്രകാശം അതിൽ പതിക്കുന്നു. സൺലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. അത് നമുക്ക് കാണിച്ചു തരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. മൂൺ റിഫ്ലക്ട് ദ സൺസ് ലൈറ്റ്. മൂൺ റിഫ്ലക്ട് ദ സൺസ് ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. അതിന്റെ പുറത്ത് വീഴുന്ന സണ്ണിന്റെ പ്രകാശം ചന്ദ്രന്റെ മേൽ പതിക്കും. അത് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ് മൂണിന്റെ പ്രകാശം. മനസ്സിലായോ? അപ്പോൾ മൂൺ റിഫ്ലക്ട് ദ സൺലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. മൂൺ ഗ്ലോ ചെയ്യുന്നതിനും മൂൺലൈറ്റ് നിലാവ് കാണുന്നതിനുള്ള കാരണം എന്താണ്? സൺസ് ലൈറ്റ് ആണ്. റിഫ്ലക്ട് ദ സൺസ് ലൈറ്റ്, ഇതാണ് എഴുതാനുള്ളത്. റിഫ്ലക്ട് ദ സൺസ് ലൈറ്റ്. ഓക്കെ. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സെലസ്റ്റിയൽ സ്ഫിയർ ആകാശഗോളം ഏതാണ്? മൂണാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം അല്ലെങ്കിൽ സെലസ്റ്റിയൽ സ്ഫിയർ ചന്ദ്രൻ, മൂണാണ്. തെറ്റില്ലല്ലോ? ഇത് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാവാൻ എന്ത് ചെയ്യണം? ഈ ക്ലാസ് വീണ്ടും ഒരിക്കൽ കൂടി കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ തറവാകും. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓരോ നിറവും ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലുള്ള ഓരോ നിറവും ഓരോ രാജ്യമാണ്. ഇനി ഇതിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ഇന്ത്യ. ഉണ്ടോ? ഇന്ത്യ ഗ്ലോബ് തന്നിട്ട് ഇന്ത്യ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ഇന്ത്യ എവിടെയാണ്? ഇതാ കണ്ടോ, ഇവിടെ ഈ ബ്ലൂവിൽ നടുക്ക്, ഈ ബ്ലൂവിൻ്റെ നടുക്ക് താഴോട്ട് കാണുന്നതാണ് ഇന്ത്യ. ഇവിടെ ഒത്തിരി ബ്ലൂ ഉണ്ട്, കടലുണ്ട്. ഈ കടലിൻ്റെ നടുക്കോട്ട് കണ്ടോ ഇങ്ങനെ താഴ്ന്ന് കാണുന്നതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഷേപ്പ് നിങ്ങൾക്കറിയാലോ. ഇന്ത്യ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഏതാണെന്ന് മനസ്സിലായാലോ? ഈ ഓരോ രാജ്യത്തിനും ഓരോ നിറമാണ്. ഇന്ത്യയുണ്ട്, കണ്ടോ, ഇന്ത്യയുണ്ട്. സൗദി അറേബ്യ ഇവിടെ കാണുന്നുണ്ട്, എത്യോപ്യ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇതിൽ താഴോട്ട് കാണുന്ന ഈ കടലിലോട്ട് കാണുന്നത് ഏതാണ്? വലുതായിട്ട് കടലിൽ കാണുന്നത് ഇന്ത്യയാണ്. പിങ്ക് കളർ, ഇതാണ് ഇന്ത്യ കേട്ടോ. ഓക്കെ. ഇത് ഇന്ത്യൻ ഓഷ്യനാണ്. ഇന്ത്യൻ ഓഷ്യനാണ് ഇവിടെ കാണുന്നത്, ഇന്ത്യൻ മഹാസമുദ്രം. ഓരോ നിറവും ഓരോ രാജ്യമാണ്. ഈച്ച് കളർ റെപ്രസെന്റ് എ കൺട്രി. ഓരോ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തെ. രാജ്യം, കൺട്രി. അതിൽ ഇന്ത്യയെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ഇതാണ് ഇന്ത്യ. ഓക്കെ. അപ്പൊ ഇതും ക്ലിയർ ആയല്ലോ. അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് പിക്ചർ കാണും. ഇന്ത്യയുടെ പിക്ചർ, കേരളത്തിൻ്റെ പിക്ചർ, ഇതിനെ പറയുന്നതാണ്, ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ പറയുന്നതാണ് മാപ്പ്. ഭൂപടങ്ങൾ, ഭൂപടങ്ങൾ, മാപ്പ്. സച്ച് പിക്ചേഴ്സ് കോൾഡ് മാപ്സ് അല്ലെങ്കിൽ ഭൂപടങ്ങൾ. ഈ ചിത്രങ്ങളുടെ പേരെന്താ? ഇങ്ങനെ കാണുന്ന ഇന്ത്യയുടെ ചിത്രം വരയ്ക്കുക, കേരളത്തിൻ്റെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡിസ്ട്രിക്ട്, ഓരോ ജില്ലകളുടെ ചിത്രം വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്താ പറയുന്നേ? ഭൂപടം, മാപ്പ് എന്നാണ് പറയുക. ഇതുപോലുള്ള ചിത്രങ്ങൾ എന്താ പറയുക? മാപ്പ്, ഭൂപടങ്ങൾ എന്നാണ് പറയുന്നത്. ഇതുപോലെ ചിത്രങ്ങൾ എന്ത് പറയും? ഇത് ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യ മാപ്പ്. ഓക്കെ. ഇന്ത്യയുടെ മാപ്പാണ് ഈ കാണുന്നത്, ഇന്ത്യയുടെ ഭൂപടമാണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിത്രങ്ങളെ പറയുന്ന പേരെന്താണ്? ഭൂപടം, മാപ്പ് എന്നാണ്, മാപ്സ് എന്നാണ് പറയുക. അപ്പം ഇതും ക്ലിയർ ആണല്ലോ. അടുത്ത ടോപ്പിക് ഇത് എന്താണ്? നമ്മുടെ ഫ്ലാഗ് ആണ്, ദേശീയ പതാക, ഇന്ത്യൻ ഫ്ലാഗ്, ദേശീയ പതാക. ഈ നാഷണൽ ഫ്ലാഗിൽ മുകളിലുള്ളത് ഏത് കളറാണ്? സഫ്രോൺ, കുങ്കുമമാണ്. സഫ്രോൺ, കുങ്കുമമാണ്. നടുക്ക് ഏതാണ്? വൈറ്റ്, വെള്ളയാണ്. ഏറ്റവും താഴെയോ? ബോട്ടം ഗ്രീനാണ്, പച്ചയാണ്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, താഴെയാണ് പച്ച കാണുന്നത്, മുകളിലാണ് കുങ്കുമം. കുങ്കുമം, ഇനി ചിലർ പച്ച മുകളിൽ ചേരേണ്ടത് തെറ്റാണ്. കുങ്കുമം മുകളിൽ, പച്ച താഴെ. മിഡിലിൽ എന്താണ്? നടുക്ക് ഏതാണ്? വൈറ്റ് ആണ്. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് അശോക ചക്രമാണ്. ഇതിന്റെ പേരെന്താ? അശോക ചക്ര. അശോക ചക്ര, ഇതിന്റെ പേരെന്താണ്? അശോക ചക്ര. ഇതിന്റെ പേര് അശോക ചക്ര. ഇതിൽ എത്ര ബ്ലൂ കളർ സ്പോക്സ് ഉണ്ട്? എത്ര ആരക്കാലുകളുണ്ട്? 24. ഇത് എണ്ണിയാൽ എത്ര എണ്ണം ഉണ്ട്? 24. 24 ആരക്കാലുകളുണ്ട്. ഓക്കെ. 24 ആരക്കാലുകൾ, 24 സ്പോക്സ് ഓഫ് ബ്ലൂ കളർ ഇൻ ദ മിഡിൽ. 24 ആരക്കാലുകളാണ് ഈ നീല നിറത്തിൽ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിൽ ടീച്ചർ പറഞ്ഞത് എന്താണ്? നാഷണൽ ഫ്ലാഗ്. ഇതെന്താണ്? ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ്. ഇതിന്റെ എന്താണ്? നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക, ദേശീയ പതാക. മുകളിൽ എന്താ വരിക? കുങ്കുമം. മുകളിൽ കുങ്കുമം, മുകളിൽ വരുന്നത് കുങ്കുമമാണ് കേട്ടോ, കുങ്കുമം. ഓക്കെ. സഫ്രോൺ, സഫ്രോൺ.
ഏറ്റവും താഴെ ഗ്രീൻ ആണ്, പച്ച. മിഡിൽ വെള്ള, വൈറ്റ് ആണ്. ഇതിൽ നടുക്ക് കാണുന്നത് അശോക ചക്ര. എന്താണ്? അശോക ചക്ര. അശോക ചക്ര. എത്ര 24 എത്ര സ്പോക്സ് ഉണ്ട്? 24 സ്പോക്സ്, 24 ആരക്കാലുകൾ. ക്ലിയർ ആണോ? യെസ്. അടുത്തത് നാഷണൽ ഫ്ലവർ എന്താ? നമ്മുടെ നാഷണൽ ഫ്ലവർ, ദേശീയ പുഷ്പം ഏതാണ്? ലോട്ടസ്. എന്താണ്? ലോട്ടസ്, താമര. നാഷണൽ അനിമൽ ടൈഗർ, കടുവ. ടൈഗർ, കടുവ. നാഷണൽ അനിമൽ കടുവ. ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര. ഇതാണ് നമ്മുടെ നാഷണൽ എംബ്ലം കേട്ടോ. ഇതാണ് നമ്മുടെ നാഷണൽ എംബ്ലം. നാഷണൽ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മയിലാണ്. മയിൽ. നാഷണൽ ബേർഡ് മയിൽ, പീകോക്ക്. പീകോക്ക്. നാഷണൽ ട്രീ ബനിയൻ. ഓക്കെ. അരയാൽ. അരയാലാണ് നമ്മുടെ നാഷണൽ ട്രീ. നാഷണൽ ഫ്ലവർ, നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ്, നാഷണൽ ട്രീ, നാഷണൽ എംബ്ലം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കേരളം. കേരളത്തിനെ കുറിച്ച് ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇത്രയും നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഇത് കേരളമാണ്. എന്താണിത്? കേരളം. കേരളത്തിന് താഴെ, ഏറ്റവും താഴെ എന്താ? തിരുവനന്തപുരം. ഏറ്റവും താഴെ തിരുവനന്തപുരം. ഏറ്റവും മുകളിൽ ഏതാ? കാസർഗോഡ്. തിരുവനന്തപുരം, കാസർഗോഡ്. ഇത്രയും മനസ്സിലായല്ലോ? ഏറ്റവും താഴെ തിരുവനന്തപുരമാണ്, ഏറ്റവും മുകളിൽ എന്താണ്? കാസർഗോഡാണ്. ഇനി ഇത് ഏത് കടലാണ്? അറേബ്യൻ സീ, അറബിക്കടൽ. ഇതെന്താണ്? അറേബ്യൻ സീ. അറേബ്യൻ സീ, അറബിക്കടലാണ്. ഇതേതാണ്? അറേബ്യൻ സീ, അറബിക്കടൽ. അറേബ്യൻ സീ, അറബിക്കടലാണ്. അപ്പൊ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന കടൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേബ്യൻ സീ, അറബിക്കടൽ. ഏതാണ് ഉത്തരം? അറബിക്കടൽ, അറേബ്യൻ സീ. ഇനി ഈ കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ്? വിച്ച് ഡിസ്ട്രിക്ട്സ് ഹാവ് സീഷോർ? സീഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം. കടൽ തീരം ആർക്കൊക്കെയുണ്ട്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഓക്കെ. 9 കടൽ തീരമുള്ള എത്ര ജില്ലകളുണ്ട്? 9. കടൽ തീരം എത്ര? സീഷോർ എത്ര ജില്ലകൾക്കുണ്ട്? 9 ജില്ലകൾക്കാണ് സീഷോർ ഉള്ളത്. കടൽ തീരമുള്ളത് 9 ജില്ലകൾക്കാണ്. സീഷോർ ഉള്ളത് 9 ജില്ലകൾക്കാണ്. 9 ഡിസ്ട്രിക്ട്സ്. ഓക്കെ. ഇനി കടൽ തീരം ഇല്ലാത്തത് ഏതിനൊക്കെയാണ്? വയനാടിന് കടൽ തീരമില്ല, പാലക്കാടിന് കടൽ തീരമില്ല, ഇടുക്കിക്ക് കടൽ തീരമില്ല, കോട്ടയത്തിന് കടൽ തീരമില്ല, പത്തനംതിട്ടയ്ക്ക് കടൽ തീരമില്ല. അപ്പോൾ കടൽ തീരം ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട്? 1, 2, 3, 4, 5. 5 ജില്ലകൾക്ക് സീഷോർ ഇല്ല, കടൽ തീരം ഇല്ല. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. വയനാട്, വയനാടിനില്ല. പാലക്കാട്, പാലക്കാടിനില്ല. അത് കഴിഞ്ഞാൽ പത്തനംതിട്ട, പത്തനംതിട്ടയ്ക്കില്ല. കോട്ടയം, കോട്ടയത്തിനില്ല. ഇടുക്കിക്കില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരം ഇല്ല. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ഏറ്റവും താഴെ തെക്ക്, ഇത് തെക്കാണ്, സൗത്ത്. തെക്കെന്ന് പറഞ്ഞാൽ സൗത്ത്, തെക്ക് ഭാഗത്ത് തിരുവനന്തപുരം. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ വടക്ക്, നോർത്ത്. ഏതാണ്? കാസർഗോഡ്. ഇത് ഓർമ്മയിരിക്കുമല്ലോ. ഇനി കടലിനോട് ചേർന്നുള്ള കടൽ അറേബ്യൻ സീ, അറബിക്കടൽ. ഇതും ഓർമ്മയിരിക്കുമല്ലോ. മൂന്നാമത് പറഞ്ഞത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ എത്ര എണ്ണം ഉണ്ട്? 9. കടലിനോട് ചേർന്ന് കിടക്കാത്ത ജില്ലകൾ, കടൽ തീരം ഇല്ലാത്തത്, സീഷോർ ഇല്ലാത്ത ജില്ലകൾ 5, 5. ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, കാരണം ഇവിടെ കടൽ തീരത്തല്ല, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഇനി എയർപോർട്ട്, എയർപോർട്ട് വിമാനം,
വിമാനത്താവളം. ദാ വിമാനത്തിന്റെ പിക്ചർ കാണുന്നുണ്ടോ? അപ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്തിന്റെ പിക്ചറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ട് ഉണ്ട്. എറണാകുളത്തും വിമാനത്തിന്റെ ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ എറണാകുളത്തും വിമാനത്താവളമുണ്ട്, എയർപോർട്ട് ഉണ്ട്. ഇനി മലപ്പുറത്താണ് കാണുന്നത്. പക്ഷെ അത് ഏത് വിമാനത്താവളമാണ്? കോഴിക്കോടിന്റെ വിമാനത്താവളമാണ്. കോഴിക്കോടിന്റെ വിമാനത്താവളം മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കോഴിക്കോടാണ്. കോഴിക്കോടിന്റെ പേരിലുള്ള വിമാനത്താവളം എവിടെയാണുള്ളത്? മലപ്പുറം. മലപ്പുറത്താണെങ്കിലും അത് എന്ത് വിമാനത്താവളം എന്ന് അറിയപ്പെടുന്നത്? കോഴിക്കോട് വിമാനത്താവളം. മലപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്, മലപ്പുറത്താണ്. പക്ഷേ അറിയപ്പെടുന്നത് കോഴിക്കോട്, കരിപ്പൂർ, കോഴിക്കോട് വിമാനത്താവളം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം വിമാനത്താവളങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഇനി വിമാനത്താവളം ഉള്ള ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം. മലപ്പുറത്താണ് ഈ കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, ഇതിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്? സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇവിടെ കണ്ടോ? നിങ്ങളൊന്ന് ചെറുതായിട്ട് കടലിനോട് ചേർന്ന് കിടക്കുന്നുണ്ടോ? ആലപ്പുഴ. ഏതാണ്? ആലപ്പുഴയാണ് വളരെ ചെറുത്. ആലപ്പുഴ ഈ കാണുന്ന ഇത്രയുണ്ട്, ഈ ചെറുത് ഈ അറ്റത്തിങ്ങനെ ചേർന്ന് കിടക്കുന്നു. ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. അപ്പൊ അത് ഉത്തരം കണ്ടെത്താനായല്ലോ. അടുത്ത ചോദ്യം. അപ്പൊ ഇതിന് ഉത്തരം കണ്ടെത്തി ആലപ്പുഴ. രണ്ടാമത്തെ ചോദ്യം, കടൽ തീരം ഉണ്ട്. ഓക്കെ, കടൽ തീരമുണ്ട്. വയനാടും മലപ്പുറമാണ് അയൽ ജില്ലകൾ. വയനാട്, മലപ്പുറം ഇത് രണ്ടുമാണ് അടുത്തുള്ള ജില്ലകൾ. അപ്പോൾ കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഉത്തരം. കടൽ തീരമുണ്ട്. വയനാടും മലപ്പുറമാണ് അയൽ ജില്ല, നെയ്ബർ ഡിസ്ട്രിക്ട്സ്, അടുത്തുള്ള ജില്ലകൾ. അയൽപ്പക്കം അടുത്തുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം. ഉത്തരം ഏതാ? കോഴിക്കോട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് കണ്ടെത്തി എഴുതുമല്ലോ. ഇത് വയനാടാണ്, ഇത് മലപ്പുറമാണ്. അപ്പൊ ഇതിന്റെ നെയ്ബർ ആയിട്ടുള്ളത് കടൽ തീരമുള്ള ജില്ല ഏതാ? കോഴിക്കോട്. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ കിട്ടി, ഈ ചോദ്യത്തിന് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. കൊല്ലം, ആലപ്പുഴ ഇവയാണ് നെയ്ബർ ഡിസ്ട്രിക്ട്. കൊല്ലം, ഇത് കൊല്ലം, ഇത് ആലപ്പുഴ. കൊല്ലവും ആലപ്പുഴയായിട്ടുള്ള നെയ്ബർ ഡിസ്ട്രിക്ട് ഏതാണ്? പത്തനംതിട്ട. ഇവിടെ കൊല്ലമുണ്ട്, ഇവിടെ കൊല്ലമുണ്ട്, ഇവിടെ ആലപ്പുഴയുണ്ട്. കൊല്ലത്തിന്റെയും ആലപ്പുഴയുടെ ഇടയ്ക്ക് ഏതാ? അതിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഏതാ? പത്തനംതിട്ട. ഇപ്പൊ രണ്ട് ജില്ലകൾ തന്നിട്ട് അതുമായിട്ട് അതിർത്തിയുള്ളത് തൊട്ടടുത്തായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെയും ആ ഒരു രണ്ടിലും ടച്ച് ചെയ്ത് വരുന്നത് ഏതാണെന്ന് നോക്കി. ആലപ്പുഴയും കൊല്ലവും ടച്ച് ചെയ്ത് വരുന്നത് ഏതാ? പത്തനംതിട്ട. പത്തനംതിട്ടയാണ് ഉത്തരം. അടുത്ത ചോദ്യം, തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്നു. ഇത് തമിഴ്നാട്, ഇത് കർണാടക. തമിഴ്നാടിന്റെ കർണാടകന്റെ അതിർത്തി ഇതാണ്. ഏത് ജില്ലയാണ് തമിഴ്നാട് കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്നത്? വയനാട്. തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാ? വയനാട്. അപ്പം തമിഴ്നാടിലും കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് വയനാടാണ്. ഏതാ? വയനാട്. തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ട്, കർണാടകയുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തമിഴ്നാടിന്റെ അടുത്താണ്, ഇവിടെയുള്ള ആൾക്കാർ കർണാടകയുടെ അടുത്താണ്. ഓക്കെ, അപ്പോൾ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് വയനാടാണ്. ഇനി കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനം, ഇത് കേരളത്തിന്റെ അടുത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. കർണാടകയും കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം എഴുതാം. കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ സ്റ്റേറ്റ്, നെയ്ബർ സ്റ്റേറ്റ്, തമിഴ്നാട് എഴുതിയാലും ശരിയാണ്, കർണാടക എഴുതിയാലും ശരിയാണ്. തമിഴ്നാട്, കർണാടകയാണ് എന്താണ്? നെയ്ബർ സ്റ്റേറ്റ്, അടുത്തുള്ള സംസ്ഥാനം. അടുത്ത് ചോദിക്കുന്ന ചോദ്യം, മലപ്പുറം, തൃശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നു. മലപ്പുറം, ഇതാണ് മലപ്പുറം. തൃശൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നത് ഏതാ? പാലക്കാട്. മലപ്പുറം, തൃശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? പാലക്കാട്. മലപ്പുറം, തൃശൂർ ജില്ലകളോട് രണ്ടിനോടും ചേർന്ന് കിടക്കുന്നത് ഏതാ? പാലക്കാട്. ഉത്തരം ഏതാണ്? പാലക്കാട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മറ്റ് ഡിസ്ട്രിക്റ്റിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഏത്? നോക്കിയേ, കോട്ടയം. കോട്ടയത്തെ ഇതാണ്. ഇവിടെ ഇടുക്കി, ഇവിടെ എറണാകുളം, ഇവിടെ ആലപ്പുഴ, ഇവിടെ പത്തനംതിട്ട. 4 സൈഡും വേറെ ഡിസ്ട്രിക്റ്റുകളാണ്. അത് ഏതാണ്? 4 വശവും മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഏതാണ്? കോട്ടയം. ഏതാണ് ഉത്തരം? കോട്ടയം. ഉത്തരം ഏതാണ്? കോട്ടയം. തെറ്റിക്കില്ലല്ലോ. 4 വശത്തും മറ്റ് ജില്ലകളാൽ
ചുറ്റപ്പെട്ടിരിക്കുന്നു. അതേതാണ്? കോട്ടയം. ഉത്തരം കോട്ടയം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനം. അത് ടീച്ചർ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനം. തമിഴ്നാട് എഴുതാം, കർണാടക എഴുതാം. മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ. മലപ്പുറവും പാലക്കാടും. മലപ്പുറം, ഇത് മലപ്പുറം, പാലക്കാട് തൊട്ടടുത്ത ജില്ലകൾ. ഏതിൻ്റെതാണ്? തൃശ്ശൂരിൻ്റെ. ഏതാണ് ഉത്തരം? ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂരിൻ്റെ അടുത്താണ് മലപ്പുറവും പാലക്കാടും. കേരളത്തോട് ചേർന്നുള്ള കടൽ ടീച്ചർ ആദ്യം പറഞ്ഞു, അറബിക്കടൽ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടേ പോകാവൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇത് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അത് നിങ്ങൾ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഈ വരയുള്ളത് അതിർത്തി പങ്കിടുന്നത് വയനാടാണ്. ഇനി ഈ അറ്റത്തുള്ളത് പാലക്കാടാണ്. ഈ അറ്റത്തുള്ളത് ഇടുക്കിയാണ്. 4 വശവും ചുറ്റപ്പെട്ടത് കോട്ടയമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ആലപ്പുഴ അറ്റത്താണ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 14 ജില്ലകൾ. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 ജില്ലകളുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇതിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതുമല്ലോ. ഇത് കേരളമാണ്. കേരളത്തിന്റെ ഈ പച്ച നിറത്തിൽ കാണുന്നത് ഹൈ റേഞ്ച് ആണ്, മലനാട്. അറ്റത്താണല്ലോ പച്ച നിറത്തിൽ നിറയെ മരങ്ങളുണ്ട്. മലനാടാണ് ഹൈ റേഞ്ച്. എന്താ? ഹൈ റേഞ്ച്. ഇത് ഹൈ റേഞ്ച് ആണ്. ഇനി കടലിനോട് ചേർന്ന് കിടക്കുന്നത് തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ ആണ്. തീരപ്രദേശം, തീരം, കടൽ തീരം. ഓക്കെ, കോസ്റ്റൽ ഏരിയാസ് ആണ് കടലിനോട് അടുത്തുള്ളത്. അപ്പൊ ഇത് കോസ്റ്റൽ ഏരിയസ്, കടലിനോട് അടുത്തുള്ളത്. ഈ പച്ച നിറത്തിൽ കാണുന്ന ഹൈ റേഞ്ച്, ഉയരത്തിൽ മലകളൊക്കെയുള്ള മലനാട്. ഇനി ഇടയ്ക്കുള്ളതാണ് ഇടനാട്. ഇടയ്ക്കുള്ളത് ഏതാണ്? ഇടനാട്. മിഡ്ലാൻഡ്, മിഡിലുള്ളത് മിഡ്ലാൻഡ്. ഇത് കോസ്റ്റൽ ഏരിയ, ഇത് ഹൈ റേഞ്ച്, ഇത് മിഡ്ലാൻഡ്. മലനാട്, തീരപ്രദേശം, ഇടനാട്. ഓക്കെ, അപ്പൊ കേരളത്തിന് ഇത് തന്നു കഴിഞ്ഞാൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ അടയാളപ്പെടുത്താൻ അറിയാലോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.